നമസ്കാരം. നമ്മുടെ തലച്ചോറിനെ പറ്റി നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാമോ? ഇല്ല, അല്ലേ? നമ്മുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് തലച്ചോറിലെ സെറിബ്രം എന്ന ഭാഗമാണ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു വികാരമാണ് കാമം. എന്നാൽ അതിനെയും കൺട്രോൾ ചെയ്യുന്ന ആളുകളുമുണ്ട്. എന്നാൽ ഞാൻ അതിനെ പറ്റിയല്ല ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മറ്റൊരു വികാരത്തിനെ പറ്റിയാണ്. പ്രണയം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്കൊരാളോട് പ്രേമം തോന്നുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്താണ് പ്രേമത്തിന്റെ സയൻസ്? അതിനു മുമ്പ് ലവ് എന്ന വാക്ക് എവിടെ നിന്ന് വന്നു എന്ന് ഞാൻ പറയാം. ലവ് എന്ന വാക്ക് വരുന്നത് സംസ്കൃതത്തിൽ നിന്നാണ്. സംസ്കൃതത്തിലെ ലബ് എന്ന വാക്ക് നിന്നാണ് ലവ് എന്ന വാക്ക് വരുന്നത്. അതിനർത്ഥം ശക്തമായി ആഗ്രഹിക്കുക എന്നാണ്. ഇത് കാമസൂത്രയിൽ കണ്ടുവരുന്ന ഒരു വാക്കാണ്. പ്രേമത്തെ പറ്റി പലർക്കും പല അഭിപ്രായങ്ങളാണ്. ചിലർ പറയുന്നു പ്രേമിക്കുന്നത് നല്ലതാണ് എന്ന്. മറ്റു ചിലർ പറയുന്നു പ്രേമിക്കുന്നത് വളരെ മോശമായ കാര്യമാണ് എന്ന്. പലരും പല രീതിയിലാണ് പ്രേമിക്കുന്നത്. ചിലർ വർഷങ്ങളായി ഒരാളെ തന്നെ പ്രേമിക്കും. എന്നാൽ മറ്റു ചിലർ ഒരേ സമയത്ത് ഒരുപാട് പേരെ പ്രേമിക്കും. എന്നാൽ വേറെ ചിലരുണ്ട്, ഒരാളുമായി പ്രേമത്തിലാവും, പിന്നീട് അവരുമായി ബ്രേക്കപ്പ് ആയ ശേഷം ആരെയും പ്രേമിക്കാതെ നടക്കും. എന്തുകൊണ്ടാണ് പല പ്രേമങ്ങളും തകർന്നു പോകുന്നത്? അതിന് കാരണം പക്വതയില്ലായ്മയാണ്. നമ്മൾ പ്രേമിക്കുന്ന ആൾ ചിലപ്പോൾ നമ്മുടെ രീതികളെയും വിശ്വാസങ്ങളെയും നിലപാടുകളെയും എതിർക്കുന്ന ആളായിരിക്കും. അത് മാത്രമല്ല, കാലാകാലങ്ങളായി ഒരാളെ തന്നെ പ്രേമിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് തോന്നും. അതിപ്പോ പ്രേമത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, വസ്തുക്കളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഉദാഹരണത്തിന്, നമ്മളൊരു പുതിയ ഫോൺ മേടിച്ചു എന്ന് കരുതുക. കുറേ കാലം അത് ഉപയോഗിച്ചു. അപ്പൊ നമുക്ക് തന്നെ തോന്നില്ലേ ഒരു പുതിയ ഫോൺ മേടിക്കണം എന്ന്? ഇതേപോലെ തന്നെയാണ് പ്രേമവും. നമ്മൾ ഒരാളെ പ്രേമിച്ചു, അയാൾ നമ്മളെ തിരിച്ചും പ്രേമിച്ചു. കുറെ മാസം കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ കാണുമ്പോ ഒരു താല്പര്യമില്ലായ്മ തോന്നും. അത് അവരുടെ പ്രശ്നമല്ല, മനുഷ്യന്റെ തലച്ചോറ് അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മടുപ്പ് തോന്നും. ഓരോ കാലഘട്ടം കഴിയുമ്പോഴും മനുഷ്യർക്ക് പ്രേമത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ മാറുന്നുണ്ട്. നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ പ്രേമത്തെ എങ്ങനെയാണോ കാണുന്നത്, അതുപോലെയല്ല പ്രായമാവുമ്പോൾ കാണുന്നത്. പ്രായം കൂടുന്തോറും പ്രേമത്തിന്റെ ഓരോ വശങ്ങളെ പറ്റിയും നമ്മൾ മനസ്സിലാക്കുന്നു. എന്തുകൊണ്ടാണ് ചില ആളുകൾ പ്രേമം തകരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നത്? ഒരാൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എന്താണ് പറയാറ്? ഒരു പെണ്ണ് പോയെന്ന് കരുതി ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഒരുത്തൻ പോയി എന്ന് കരുതി ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് പറയും. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അതായത് നമുക്ക് ആ ആത്മഹത്യ ചെയ്ത ആളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കാം. അവൻ അല്ലെങ്കിൽ അവൾ ഒരാളെ പ്രേമിച്ചിട്ടുണ്ടാവും. അയാളെ ആത്മാർത്ഥമായിട്ട് പ്രേമിച്ചിട്ടുണ്ടാവും. അയാൾക്ക് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും വേണ്ടെന്ന് വെച്ച് കാണും. ഇത്രയും ത്യാഗം സഹിച്ചിട്ടും അയാളെ കിട്ടിയില്ല എന്നുള്ള ഒരു വിഷമം കാരണമാണ് അവര് ആത്മഹത്യ ചെയ്യുന്നത്. ഈ ഒരു പ്രശ്നത്തിനെ പലരും പല രീതിയിലാണ് മറികടക്കുന്നത്. ചിലർ ആത്മഹത്യ ചെയ്യും, ചിലർ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യും, ചിലർ വേറെ ആരെങ്കിലും പ്രേമിക്കും, അല്ലെങ്കിൽ ആരെയും പ്രേമിക്കാതെ നടക്കും. ഇതൊക്കെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ്. ഇതിന് പ്രധാന കാരണം നമ്മുടെ തലച്ചോറിലെ അമിഗ്ദല, പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന ഭാഗങ്ങളാണ്. ഒരു തീരുമാനം എടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ അമിഗ്ദല എന്ന ഭാഗം പ്രവർത്തിക്കുന്നു.
അമിഗ്ദലയാണ് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ സഹായിക്കുന്നത്. ഇവിടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന ഭാഗം ഒരു ബ്രേക്ക് പോലെ പ്രവർത്തിക്കുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തതയുള്ള തീരുമാനങ്ങളും നല്ല ക്വാളിറ്റിയുള്ള തീരുമാനങ്ങളും എടുക്കാൻ നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ ഓർമ്മ, ചിന്ത, അതുപോലെ പ്രശ്നപരിഹാരം എന്നിവയെ കൺട്രോൾ ചെയ്യുന്ന ഭാഗമാണ് കോർട്ടെക്സ്. എന്നാൽ ചില സമയങ്ങളിൽ ഇവ ശരിയായി പ്രവർത്തിക്കാതെ വരുമ്പോൾ നമ്മൾ തെറ്റായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അബദ്ധത്തിൽ ചെന്ന് ചാടുന്നു. ഇവിടെ വില്ലനായി വരുന്നത് നമ്മുടെ തീരുമാനങ്ങളാണ്. ചില സമയങ്ങളിൽ അവ നായകന്മാരാവാറുമുണ്ട്. നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ നമ്മളെ തിരിച്ചും ഇഷ്ടപ്പെടണമെന്നില്ല. അവർ നമ്മളെ ഇഷ്ടപ്പെടണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ തീരുമാനമാണ്. അതിനെ നമ്മൾ ബഹുമാനിക്കണം. അത് മാത്രമല്ല, അവർക്ക് നമ്മളെ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ പിറകെ നടക്കുന്നത് അത്ര ശരിയായ കാര്യമല്ല. പിന്നീട് അവർക്ക് നമ്മുടെ വില മനസ്സിലായിക്കോളും, അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കണം. ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്താണ് പ്രേമത്തിന്റെ സയൻസ്? നമുക്കൊരാളോട് ക്രഷ് തോന്നുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിൽ 3 ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ പുറത്തുവിടും. 1 ഡോപ്പാമിൻ, 2 സെറട്ടോണിൻ, 3 ഓക്സിറ്റോസിൻ. ഇതിൽ ഡോപ്പാമിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് നമുക്ക് ആനന്ദം തരുന്നത്. അതിനെ നമ്മൾ ഹാപ്പി ഹോർമോൺ എന്ന് വിളിക്കും. അയാളെ കാണുന്ന സമയത്ത് നമുക്കൊരു ആനന്ദം കിട്ടുന്നത് ഇതുകൊണ്ടാണ്. പല അഡിക്ഷനുകളുടെയും പ്രധാന കാരണം ഈ ഡോപ്പാമിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. കാരണം ഈ ഡോപ്പാമിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ തലച്ചോറിലെ ഒരു റിവാർഡ് സിസ്റ്റമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സെറട്ടോണിൻ എന്ന ഹോർമോൺ ആണ് അയാളോട് നമുക്ക് ഇഷ്ടം തോന്നിക്കുന്നത്. ഇതിനെ ലവ് ഹോർമോൺ എന്ന് വിളിക്കുന്നു. അതുപോലെ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ആണ് അയാളോടുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നത്. പ്രേമത്തിന് 3 ഘട്ടങ്ങളുണ്ട്. 1 അട്രാക്ഷൻ. നമ്മൾ ഒരാളെ ആദ്യമായി കാണുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോപ്പാമിനും സെറട്ടോണിനും പ്രവർത്തിക്കുന്നു. ഇതുകൊണ്ടാണ് അയാളെ കാണുമ്പോൾ നമുക്ക് ക്രഷ് തോന്നുന്നത്. രണ്ടാമതായി വരുന്നത് കാമമാണ്. ടെസ്റ്റോസ്റ്റിറോൺ അതുപോലെ ഈസ്ട്രോജൻ എന്ന 2 ഹോർമോണുകളാണ് ഇതിന് കാരണം. ഈ ഹോർമോണുകൾ അയാളോട് നമുക്ക് കാമം എന്ന വികാരം ഉണ്ടാക്കുന്നു. മൂന്നാമതായി വരുന്നത് കരുതലാണ്. അയാളുടെ കൂടെ എനിക്ക് ജീവിക്കണം, അയാളെ സംരക്ഷിക്കണം എന്ന തോന്നലുണ്ടാക്കുന്ന 2 ഹോർമോണുകളാണ് വാസോപ്രസിനും അതുപോലെ ഓക്സിറ്റോസിനും. ഇത് അയാളോടുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നു. ഇത് ഒരു അമ്മയ്ക്ക് തന്റെ മക്കളോട് തോന്നാം, അതുപോലെ ഒരു അച്ഛന് തന്റെ മക്കളോട് തോന്നാം, സഹോദരങ്ങൾക്ക് തോന്നാം, സുഹൃത്തുക്കൾക്കും തോന്നാം. പ്രേമത്തിന്റെ സൈക്കോളജി എന്താണ്? നമ്മൾ ഒരാളെ പ്രേമിക്കുമ്പോൾ നമ്മുടെ മെന്റൽ സ്റ്റേറ്റ് അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ, വ്യക്തിത്വ സവിശേഷതകൾ, അതായത് നമ്മൾ പ്രേമിക്കുന്ന ആളുടെ സ്വഭാവം, ശൈലി, ചിന്താഗതികൾ എന്നിവ. പിന്നെ പ്രേമത്തിനോടുള്ള സമൂഹത്തിലെ മാനദണ്ഡങ്ങൾ എന്നിവയെല്ലാം നമ്മുടെ പ്രേമത്തെ സ്വാധീനിക്കുന്നു. അടുത്തതായിട്ട് വരുന്നത് അറ്റാച്ച്മെന്റ് തിയറിയാണ്. ഒരു കുഞ്ഞിന് തൻ്റെ അമ്മയോടുള്ള വൈകാരിക ബന്ധം ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മറ്റ് ബന്ധങ്ങളെയും അത് ബാധിക്കുന്നു. പ്രേമിക്കുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ പ്രേമിക്കുന്ന ആൾ നമ്മളെ ഒരു അമ്മയെ പോലെ സ്നേഹിക്കണം, പരിചരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. മറ്റൊന്നാണ് ട്രയാങ്കുലർ തിയറി ഓഫ് ലവ്. ഇത് പ്രേമത്തിന്റെ 3 ഘടകങ്ങളെ സൂചിപ്പിക്കുന്നു. അതായത് ഇന്റിമസി, പാഷൻ, കമ്മിറ്റ്മെന്റ്. ഇതിൽ ഇന്റിമസി എന്ന് പറയുന്നത് നമ്മൾ പ്രേമിക്കുന്ന ആളോടുള്ള വ്യക്തിപരമായ അടുപ്പത്തെ സൂചിപ്പിക്കുന്നു. അടുത്തത് പാഷൻ. പാഷൻ എന്ന് പറയുന്നത് അയാളോടുള്ള ശാരീരികപരമായ
അല്ലെങ്കിൽ ലൈംഗികപരമായ ആകർഷണത്തിനെ സൂചിപ്പിക്കുന്നു. മൂന്നാമത് വരുന്ന കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് അയാളോടുള്ള സ്നേഹത്തെ നിലനിർത്തുന്നതിനെ പറ്റിയാണ്. മറ്റെന്തിനേക്കാളും അയാളുടെ സ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിനെ പറ്റിയാണ്. 1986 പ്രശസ്ത സൈക്കോളജിസ്റ്റായ റോബർട്ട് സ്റ്റേൺബർഗ് ആണ് ഇത് വികസിപ്പിച്ചത്. മനുഷ്യന്റെ പരിണാമത്തിൽ പ്രേമത്തിന് വലിയൊരു പങ്കുണ്ട്. അതായത് പ്രേമം എന്ന് പറയുന്നത് നമ്മുടെ നിലനിൽപ്പിന്റെ ഒരു ഭാഗമാണ്. നമ്മുടെ വംശം നിലനിന്ന് പോകണമെങ്കിൽ പ്രേമം അത്യാവശ്യമാണ്. കാരണം പ്രത്യുൽപാദനം നടക്കണമെങ്കിൽ ആദ്യം പ്രേമം വേണം. ഇത് മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും ബാധകമാണ്. പ്രേമം നമ്മുടെ ശാരീരികവും മാനസികപരമായ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു. പ്രേമം നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ അത് ഒരിക്കലും ടോക്സിക് റിലേഷൻഷിപ്പ് ആവാൻ പാടില്ല. അതായത് ടോക്സിക് ലവ് ആവാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് നമ്മുടെ മാനസിക ആരോഗ്യത്തെ നല്ല രീതിയിൽ ബാധിക്കും. നമ്മൾ പ്രേമിക്കുന്ന ആൾ ഒരു ടോക്സിക് ആണെങ്കിൽ ഉടനെ തന്നെ അയാളെ ഒഴിവാക്കണം. ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ സാറ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് പ്രേമം എന്ന് പറയുന്നത് കയ്യിലെ നഖം പോലെയാണ്, വളർന്നു കഴിഞ്ഞാൽ വെട്ടിക്കളയണം. ശരിയല്ലേ അത്? ഇത്രയൊക്കെ പറഞ്ഞാൽ എനിക്കൊരു പ്രേമം ഉണ്ടായിരിക്കും എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഞാൻ ഇന്നേ വരെ ഒരു പെൺകുട്ടിയുമായിട്ട് റിലേഷൻഷിപ്പിലായിട്ടില്ല. അതിന് കാരണം എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഓരോ അനുഭവ കഥകളാണ്. അവർ പറയുന്ന ലവ് ഫെയിലിയറുകൾ കേട്ടിട്ട് എനിക്ക് പ്രേമിക്കാനുള്ള മൂഡ് പോയി. മറ്റൊരു കാരണം സയൻസ് ആണ്. ഞാനൊരു പെൺകുട്ടിയെ കാണുന്ന സമയത്ത് എൻ്റെ തലച്ചോറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റി ഞാൻ മനസ്സിലാക്കുന്നു. ഇതും പറഞ്ഞ് ഞാൻ കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ നടക്കാനൊന്നും പോകുന്നില്ല. ഞാനൊരു പെൺകുട്ടിയെ പ്രേമിക്കും, അവളെ തന്നെ കല്യാണം കഴിക്കും. ദയവ് ചെയ്ത് എന്നെ സിഗ്മ മെയിൽ എന്ന് വിളിക്കരുത്. എൻ്റെ സ്വഭാവത്തിന് പറ്റിയ അല്ലെങ്കിൽ എൻ്റെ സ്വഭാവത്തിന് മാച്ചായ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ അപ്പം നോക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.